الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളമൊട്ടാകെ, കേരളമെന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത് കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അവർ സഞ്ചരിച്ച വാഹനത്തിനും വേണ്ടിയാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന തിരച്ചിലുകൾ അവസാനം വാഹനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി എന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രകൃതി രമണീയമായ മലകളെ കീറിമുറിച്ചുള്ള ഹൈവേയിൽ യാത്രക്കിടെ എല്ലാവർക്കും വിശ്രമിക്കാനും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനും വളരെ പ്രകൃതിയോട് ഇണങ്ങിയ നിലക്കുള്ള ഒരു ഭക്ഷണശാലയും അതിന്റെ തൊട്ടു സമീപത്ത് വിശാലമായി ഒഴുകുന്ന പുഴയും തൊട്ടുമുകളിൽ പച്ചവിരിച്ച മലകളും പ്രകൃതിയുടെ ആ മനോഹാരിതയുള്ള ആ സ്ഥലത്ത് യാത്രാക്ഷീണം അകറ്റാനും ഉറക്കം തീർക്കാനും വേണ്ടി വാഹനം സൈഡാക്കിയവർ അപ്രതീക്ഷിതമായി മലയിടിഞ്ഞ് ഭാരമേറിയ വാഹനങ്ങളെപ്പോലും അടിച്ചു തെറിപ്പിച്ച് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയ ഇത്തരം ദുരന്തങ്ങൾ ജീവിതത്തിൽ നമ്മെ എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ യാത്ര തുടരാൻ ഉദ്ദേശം വെച്ച് അല്പനേരം കാറ്റുകൊള്ളാനിരുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. രാത്രി മുഴുവൻ വാഹനമോടിച്ചതിന്റെ ക്ഷീണമകറ്റാൻ വിശ്രമത്തിലേക്ക് ആണ്ടുപോയ ആളുകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഫോണിൽ തന്റെ കുടുംബവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ നമ്മളെല്ലാവരും പല തിരക്കുകളുമായി കുതിച്ചു പായുമ്പോൾ കിട്ടുന്ന വിശ്രമവേളയിൽ ശാന്തമായിരുന്ന് ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് അപ്രതീക്ഷിതമായി നമ്മുടെ പരിസരത്തു നിന്ന് കേൾക്കുന്ന ഇത്തരം അപകടങ്ങളുടെ, മരണങ്ങളുടെ വാർത്തകൾ നമ്മയും തേടിയെത്തുന്ന അത്തരം നിമിഷങ്ങളിൽ ഈ ലോകത്തെ നമ്മുടെ തിരക്കുകളും ബത്തപ്പാടും ബേജാറുമെല്ലാം അവസാനിച്ച് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകളുമായി സംവദിച്ച് യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്ര പുറപ്പെടുന്ന ആ ഒരു സമയം
ആളുകൾ നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എങ്ങനെ ആ ഖബറിൽ നാം കഴിയും? അതിനപ്പുറം അല്ലാഹുവിന്റെ മഹ്ശറിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? ഇതെല്ലാം നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു എണീറ്റ് നിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനൊരു പച്ച പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പച്ചപ്പുല്ല് ആടുകളും ഒട്ടകങ്ങളുമെല്ലാം കഴിച്ച് അവരുടെ ആമാശയത്തിലൂടെ കറങ്ങിത്തിരിഞ്ഞ് അത് ഒട്ടക കാഷ്ടമായി പുറത്തുപോയി പിന്നീട് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ ഞാനായിരുന്നെങ്കിൽ ഞാനൊരു മനുഷ്യനാകേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിന്റെ മുന്നിലെ നൃത്തത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനൊരു വീട്ടിലെ വളർത്തുന്ന മൃഗമായിരുന്നെങ്കിൽ എനിക്കവർ ഭക്ഷണവും അതുപോലെ തന്നെ പച്ചിലയും നൽകി കൊഴുത്ത ശരീരം ഉണ്ടാക്കി അവസാനം അറുക്കാൻ സമയമാകുമ്പോൾ അവരെന്നെ അറുത്ത് എന്റെ ശരീരഭാഗങ്ങളെ അവർ മുറിച്ച് അത് നല്ല മസാല ചേർത്ത് അവർ പാചകം ചെയ്ത് തിന്ന് തീർക്കുന്നത് പോലെ ഒരു മൃഗമായിരുന്നെങ്കിൽ ഞാൻ അത്ര നന്നായിരുന്നേനെ. ഇതാലോചിച്ചതും ഹിസാബിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. സഹോദരന്മാരെ, യഖ്തറബ ലിന്നാസി ഹിസാബുഹും, നിങ്ങളുടെ ഹിസാബ് വളരെ അടുത്തുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. യഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ, ചന്ദ്രൻ രണ്ടു ഭാഗത്തായി നിന്നത് നബിയുടെ കാലത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സഹാബത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ രംഗം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത് യഖ്തറബത്തി സാഅ, അന്ത്യദിനം അടുത്തെത്തിയിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ രണ്ടായി പിളർന്നിരിക്കുന്നു എന്ന്. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ, ബഹുദൂരെ നാം കാണുന്ന ആ ഒരു ഭയാനകമായ ദിവസം, പരലോകം അത് വളരെ തൊട്ടടുത്താണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും ശാന്തമായി നാം ഒന്ന് ചിന്തിക്കണം. ഈ ബിസിനസ് ഇല്ലാത്ത, ഈ കുടുംബമില്ലാത്ത, ഈ തിരക്കില്ലാത്ത, ഈ പ്രശസ്തിയും ഈ മഹത്വവൽക്കരണവും ഒന്നുമില്ലാത്ത ഖബറിന്റെ ലോകത്ത് എന്റെ അവസ്ഥ എന്താകും? പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ എന്റെ അവസ്ഥ എന്താകും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും. അപ്പോഴാണ് ഉക്കാശ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, നബിയെ, എന്നെ അവരിൽ ചേർക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് കേട്ട് മറ്റൊരാൾ കൂടെ എണീറ്റപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ഉക്കാശ, ഉക്കാശ താങ്കളെ മുൻകടന്നിരിക്കുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ അവസരമുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് അതിന് ജാഗ്രത കാണിക്കുകയും താല്പര്യം കാണിക്കുകയുമാണ് ചെയ്യുന്നത്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ചില ആളുകളുണ്ട്. കണിശമായ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകളുമുണ്ട്. മൂന്നാമത്തെ വിഭാഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം അവന് മാത്രം കാണിച്ചു കൊടുത്ത് അല്ലാഹു പുറത്ത് അവന്റെ രേഖയിൽ നിന്ന് മായിച്ച് അവന്റെ റഹ്മത്ത് കാണിച്ച് അവനെ സ്വർഗത്തിലേക്ക് വിടുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് സഹോദരന്മാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനെ ചേർത്ത് പിടിക്കും. ഫയലഉ അലൈഹി കനഫഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാക്ഷികൾക്ക് മുന്നിൽ അല്ലാഹുവിന്റെ ചുമല് കൊണ്ട് മറയിടും. അവന്റെ പാപങ്ങൾ അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതഅരിഫു ദംബകദ അതഅരിഫു ദംബകദ, ഇപ്രകാരം ഒരു തെറ്റ് നീ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ പാപത്തെ അംഗീകരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ദുനിയാവിൽ ഞാൻ നിന്റെ പാപങ്ങളെല്ലാം മറച്ചുവെച്ചു, ഇന്ന് പരലോകത്തും ഞാൻ നിന്റെ പാപങ്ങൾ പുറത്തു തരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഹിസാബിൽ എളുപ്പമുണ്ടാകുന്ന ആളുകളിൽ നമുക്ക് പെടാൻ സാധിക്കണം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അല്ലാഹു വലതു കൈയിൽ ആർക്കാണോ രേഖ നൽകുന്നത് അവരുടെ വിചാരണ വളരെ എളുപ്പമായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക്കൽ അർദ് യുറദൂൻ, അത് വെറുമൊരു പ്രദർശനം മാത്രമായിരിക്കും. എന്നാൽ വമൻ നൂഖിശൽ ഹിസാബ് ഹലക്, ആരാണോ അവന്റെ ജീവിതത്തിന്റെ എല്ലാതും അല്ലാഹു സുബ്ഹാനഹു വ തആല കീറി മുറിച്ച് ഹിസാബ് നടത്തുന്നുവെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. കാരണം അബദ്ധങ്ങൾ സംഭവിക്കാത്തവരായി ആരുമില്ലല്ലോ. അതുകൊണ്ട് ചെറുതും വലുതുമായ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീറി മുറിച്ച് ഹിസാബ് നടത്തിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് നമ്മുടെ ഹിസാബ്
എളുപ്പമാകാനും വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. അള്ളാഹുവേ, എന്റെ ഹിസാബ് നീ എളുപ്പമാക്കണമേ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രാർത്ഥിച്ചത്. പറയുമ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ്. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ സാധാരണക്കാരായ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മരണം വന്നെത്തുമ്പോൾ, അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകൾ വിലപിക്കും. ഫറോവയടക്കം വിലപിച്ചിട്ടുണ്ട്. വിലപിച്ച ഘട്ടത്തിൽ അള്ളാഹു ഫറോവയോട് ചോദിച്ചത് ഇപ്പോഴാണോ നീ വിലപിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് വൈകിയുദിക്കുന്ന വെടിപാടുകൾ നമുക്ക് യാതൊരുവിധ ഫലവും ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവനുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും കഴുകിക്കളയുവാനും അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനുമൊക്കെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പരലോകത്ത് നമ്മൾ പിടിക്കപ്പെടും. ഓരോരുത്തർക്കും അവന്റെ കിതാബ് നൽകപ്പെടുമ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, മാലി ഹാദൽ കിതാബ്, ഇതെന്ത് കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, എല്ലാ ചെറുതും വലുതും ഇതിനകത്തുണ്ടല്ലോ, എല്ലാ രഹസ്യവും പരസ്യവും ഇതിനകത്തുണ്ടല്ലോ, ആളുകൾ കാണുക ചെയ്തതും കാണാതെ ചെയ്തതും വളരെ ഗോപ്യമായി ഒളിപ്പിച്ചു വെച്ചതും നമ്മൾ സെക്യൂരിറ്റി കോഡുകൾ വെച്ച് സംരക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോയതുമൊക്കെ ആ രേഖക്കകത്തുണ്ടാകും. കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നെ ഹിസാബ് ചെയ്യാൻ ഇത് മാത്രം മതി എന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാ, സ്വഹാബത്തെ, നിങ്ങൾക്കാർക്കെങ്കിലും സാമ്പത്തികമായി വല്ല ഇടപാടും ഞാനുമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ എന്റെ സമ്പത്തിൽ നിന്ന് ചോദിക്കാം. ഞാനെന്റെ ജീവനോടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ചോദിക്കാം, അത് ഞാൻ നിറവേറ്റിത്തരാം. നിങ്ങളെ ആരെങ്കിലും ശാരീരികമായി ഞാൻ വേദനിപ്പിച്ചുവെങ്കിൽ എന്റെ ശരീരമിതാ, നിങ്ങൾ പ്രതിക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ശരീരം വരെ കാണിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ? പരലോകത്ത് ആദ്യം ഹിസാബിന് വരുന്നത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത് ഹിസാബിന് വരുന്നത് നമ്മളും പടപ്പുകളും തമ്മിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു പടപ്പും നാളെ പരലോകത്ത് നമുക്കെതിരെ വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും കണിശത പാലിച്ചത് എങ്കിൽ പരലോകത്ത് പൊറുക്കപ്പെടാനും രക്ഷപ്പെടാനുമുള്ള വഴികൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം കളങ്കമില്ലാത്ത, ശിർക്കില്ലാത്ത ശുദ്ധമായ വിശ്വാസമാണ്. വല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സൻ അല്ലദീ കാനൂ യഅമലൂൻ. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാക്കുക എന്നതാണ്. വിശ്വാസം ശരിയാക്കി സുഹൃതങ്ങൾ പ്രവർത്തിക്കുക എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിക്കുക, ഞങ്ങൾ മുശ്രിക്കുകളായ കാലത്ത് ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇസ്ലാം അതിന്റെ മുൻകഴിഞ്ഞ എല്ലാറ്റിനെയും പുറത്തു തരുമെന്നാണ്. അതായത് ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നിടത്ത് നിന്ന് സത്യം ബോധ്യപ്പെട്ട് ശരിയായ തൗഹീദിലേക്ക് കയറി വന്നാൽ ശിർക്കൻ കാലത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആ ഇസ്ലാം ആശ്ലേഷണത്തിലൂടെ അള്ളാഹു പുറത്തു തരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ആയത്തിൽ കാണാം, വല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഗ്ഫിറത്ത്, പാപമോചനമുണ്ട്, ഏറ്റവും ആദരണീയമായ ഉപജീവനവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തുകയും ആ ഈമാൻ ഒരിക്കലും കളങ്കപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ വിഷയമാണത്. 99 തിന്മകളുടെ ഏടുകളുമായിട്ട് ഒരാൾ വരുമ്പോൾ ആ ഏടുകൾ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതിയ ഒരു കാർഡ് തുലാസിന്റെ മറുതട്ടിലും വെക്കുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഭാഗം കനം തൂങ്ങി അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ചരിത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഉറപ്പിക്കേണ്ട കാര്യം ശിർക്ക് വരുന്നില്ല എന്നും നമ്മൾ ശരിയായ തൗഹീദിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നുമുള്ള തികഞ്ഞ ഉറപ്പിക്കലാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ട കാര്യം. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന,
വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകും. അതോടൊപ്പം നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയും പുറത്തു തരികയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ രേഖയിലുണ്ട് നാം ചെയ്തതെല്ലാം. അത് അള്ളാഹു മായ്ച്ചു തന്നില്ലെങ്കിൽ നാം എന്ത് ചെയ്യും? അതുകൊണ്ട് പടച്ചറബ് മായ്ച്ചു തരും, പുറത്തു തരും എന്ന് പറഞ്ഞത് തഖ്വ കൈക്കൊള്ളുന്ന ആൾക്കാരെ. അതുകൊണ്ട് തന്നെയാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഞാൻ നിന്നോട് തഖ്വയെ ചോദിക്കുന്നു, അഫാഫിനെ ചോദിക്കുന്നു, ഗിനയെ ചോദിക്കുന്നു, ഹുദേ സന്മാർഗത്തെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസവും സൽക്കർമ്മവും പടച്ചോനെ സൂക്ഷിച്ചുള്ള ഒരു ജീവിതവും. നാലാമത്തെ കാര്യം ക്ഷമയാണ്. ഖുർആൻ പറയണം, ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലവും അവർക്ക് റബ്ബിന്റെ പാപമോചനവുമുണ്ട് എന്നാണ് പറയുന്നത്. പടച്ച റബ്ബ് പല വിധത്തിൽ നമ്മളെ പരീക്ഷിക്കും. അവിടെയൊക്കെ നമ്മൾ കുരുത്തക്കേട് കാണിക്കാതെ, അള്ളാഹുവിനെ ശകാരിക്കാതെ, മനസ്സ് മടുത്തു പോകാതെ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. നന്മകൾ പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ അതിനോട് മടിയും ആലസ്യവും ഉണ്ടാവുമ്പോൾ ക്ഷമയോടുകൂടെ നന്മകൾ വാരിക്കൂട്ടാനുള്ള ശ്രദ്ധയുണ്ടാകണം. ഈ ക്ഷമ നമ്മിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരും. ഒരു മുള്ള് തറച്ചാൽ പോലും മാ യുസീബുൽ മുസ്ലിം മിൻ നസ്ബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹസനിൻ വല അദ വല ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വയാഹു. എന്തെല്ലാമാകട്ടെ, മാനസികമായ ചെറിയ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ശാരീരികമായൊരു മുള്ളു തറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു നിലക്ക് നമ്മളെല്ലാവരും ക്ഷമയോടുകൂടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത്, വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങൾ വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചെറിയ ചെറിയ പാപങ്ങൾ മായ്ച്ചു തരും. അല്ലാഹു റഹ്മാനും റഹീമും ഗാഫിറും ഗഫാറും തവ്വാബും ഒക്കെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. വൻ പാപങ്ങൾ നമ്മിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സംഭവിച്ചു പോയതിൽ നമ്മൾ തൗബ ചെയ്യുകയും ചെയ്യണം. അത്താഇബു മിനദ് ദംബി കമല്ലാ ദംബ ലഹു. എത്ര വലിയ തെറ്റ് സംഭവിച്ചാലും തൗബ ചെയ്ത് മടങ്ങിയാൽ തെറ്റ് സംഭവിക്കാത്തവനെ പോലെയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, സദാസമയം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അവന് എല്ലാവിധ ബർക്കത്തും ഇറക്കി കൊടുക്കും. അതാ ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബിയുടെ വാക്ക് ഖുർആൻ എടുത്തുകൊടുത്ത് അതുകൊണ്ടാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ബർക്കത്ത് അല്ലാഹു ഇറക്കി തരും. വയംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തി വയജഅൽ ലക്കും അൻഹാറ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ തോട്ടങ്ങൾ, നിങ്ങളുടെ നദികളിലൊക്കെ അഭിവൃദ്ധി തരാൻ ഇസ്തിഗ്ഫാറിന് കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നോക്കൂ, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ആരെങ്കിലും സ്വന്തത്തോട് വല്ല അക്രമവും കാണിച്ചാൽ, വല്ല തെറ്റും ഒരാൾ പ്രവർത്തിച്ചാൽ, അവൻ അള്ളാഹനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ നിസാരമായ ചില നന്മകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയ ഒരു ഉപാധിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ചെറിയ ചെറിയ നന്മകളായിരിക്കും നമ്മുടെ കണ്ണിൽ. ഉദാഹരണം പറഞ്ഞാൽ ബാങ്ക് വിളിക്കാം. അൽ മുഅദ്ദിൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുഅദ്ദിൻ അയാൾ ബാങ്ക് വിളിക്കുമ്പോൾ അയാളുടെ ശബ്ദം എവിടെയെല്ലാം തട്ടുന്നുവോ അവരെല്ലാവരും അയാളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, ഓരോ നമസ്കാരത്തിനും സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരക്കാരുടെ പുണ്യവും എല്ലാം അയാൾക്ക് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോ ജുമഅയുടെ പള്ളിയിലാണ് ഇരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത്, ആരെങ്കിലും വീട്ടിൽ നിന്ന് മനിഖ്തസല ثم اتى الجمعه فصلى, ആരെങ്കിലും വീട്ടിൽ നിന്ന് കുളിച്ച് ജുമഅയിലേക്ക് എത്തി അവന്
ഏറ്റവും മുമ്പിലത്തെ സീറ്റ് ഉറപ്പിച്ച് നിശബ്ദനായി ഖുതുബ കേട്ട് കഴിഞ്ഞ് അവൻ ഖുതുബ ജുമഅ നമസ്കാരം നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമഅത്തിൽ ഉഖ്റ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ദിവസം അധികവും നൽകും എന്നാണ്. അപ്പൊ ഒരു ജുമഅയ്ക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ജുമഅയുടെ കുളി കുളിച്ച് നേരത്തെ പള്ളിയിലേക്കെത്തി ഒന്നാമത്തെ സൊഫിൽ തന്നെ ഇടം പിടിച്ച് നിശബ്ദരായി ഇബാദത്തിൽ കഴിച്ചുകൂട്ടി ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഖുതുബയിലേക്ക് ശ്രദ്ധിച്ച് 2 റക്അത്ത് ജുമഅ നമസ്കരിച്ച് നമ്മൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ 10 ദിവസത്തെ പാപങ്ങൾ പുറത്തു തരാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ വ അന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, അല്ലെങ്കിൽ റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, വുദു ചെയ്യുക എന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വുദു ചെയ്യുമ്പോൾ കണ്ണിൽ വെള്ളം പ്രവേശിക്കുമ്പോൾ കണ്ണുകൊണ്ട് സംഭവിച്ച അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരാണ്. വുദുവിന്റെ ഓരോ തുള്ളിയും ഭൂമിയിലേക്ക് ഉറ്റുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് വുദു എടുത്ത് ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അടുത്ത സ്റ്റെപ്പ് അവന്റെ ദറജ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഹദീസ് നമ്മൾ പലപ്പോഴായി ശ്രവിച്ചവരാണ്. ഇങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള വിഷയമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൻ തവല്ല നഹ്വ വുളൂഇ ഹാദാ സുമ്മ ഖാമ ഫറഖഅ റകഅതൈനി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആരെങ്കിലും ഞാൻ വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്താൽ എന്നിട്ട് അവൻ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ അതുവരെ ചെയ്തുപോയ എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഫർളിന്റെ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 5 നേരം കുളിച്ചാൽ ഒരുത്തന്റെ ദേഹത്ത് മാലിന്യമുണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. എന്നാൽ 5 നേരം നമസ്കരിക്കുന്നവന്റെ ദേഹത്ത് അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമസ്കാരത്തെ കാത്തിരിക്കുന്നതും നമസ്കാരം കാത്തിരിക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമസ്കാരം ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ ദിക്റും ദുആയുമായിട്ട് പള്ളിയിലിരിക്കുന്നതും ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറയുന്നതും ഒക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിർവഹിക്കുന്ന ദിക്റുകൾ, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന് സ്വർഗത്തിൽ പോകാൻ മരണമാണ് തടസ്സം എന്നാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിർവഹിക്കുന്ന ദിക്റുകൾ ഓരോന്നും എത്രയെത്ര പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അൽഹംദുലില്ലാഹ് എന്നൊരാൾ വെറുതെ പറഞ്ഞാൽ തന്നെ അവന്റെ 30 പാപം പുറത്തു കൊടുക്കും, 30 നന്മ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിത്യവും നമ്മൾ ചെയ്യുന്ന ദിക്റുകളില് ദുആകളില് ഒക്കെയുണ്ട്. ഉറക്കത്തിൽ ഒരാൾ പെട്ടെന്ന് നെറ്റി ഉണർന്നു, അയാൾ എണീച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നെല്ലാം ചൊല്ലി അയാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു അവന്റെ ആ പ്രാർത്ഥന കേൾക്കും. അവൻ വുളു എടുത്ത് നമസ്കരിച്ചാൽ ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകും എന്നാണ്. ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് സംഭവിച്ച ഉടനെ അയാൾക്ക് ഖേദം തോന്നുകയും അയാൾ പോയിട്ട് വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ആ പാപം അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. കാരണം ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ തെറ്റുകൾ എന്ന് പറയുന്നത് നമ്മെ നശിപ്പിക്കും. ഭൗതികമായും പാരത്രികമായും നമുക്ക് വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്നതാണ് തെറ്റുകൾ. അതുകൊണ്ടത് മായ്ക്കപ്പെടാനുള്ള വിശാലമായ കർമ്മ പദ്ധതികളെക്കുറിച്ച് പഠിക്കാനും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു യാത്രാ സംഘത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനൊരിക്കൽ ഒരു ഉപമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ നബിയുടെ ആ ഉപമയിൽ നിന്ന് മനസ്സിലാക്കിയത് മനുഷ്യരുടെ ജീവിതത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന വലിയൊരു സബബാണ് നമ്മുടെ പാപങ്ങൾ എന്നതാണ്. യാത്രാസംഘം ഭക്ഷണം പാചകം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള റൊട്ടി അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ വിറകില്ല. കൂട്ടിയുള്ള ആളുകളോട് നേതാവ് പറയുന്നു, നിങ്ങളെല്ലാം പോയിട്ട് വിറക് ശേഖരിച്ചു കൊണ്ടുവരൂ. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്നത് ഓരോ കൊള്ളിക്കഷ്ണങ്ങളാണ്. ഈ ഓരോരുത്തരും കൊണ്ടുവന്ന കൊള്ളിക്കഷ്ണങ്ങൾ ശേഖരിച്ചു വെച്ചപ്പോ അവരുടെ ഭക്ഷണം ചൂടാക്കാൻ മാത്രമുള്ള, പാചകം ചെയ്യാൻ മാത്രമുള്ള വിറക് അവർക്കതിൽ നിന്ന് കിട്ടി. യഥാർത്ഥത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നിങ്ങൾ നന്മയിൽ ഒന്നിനെയും നിസാരമാക്കി കളയരുത്. ഇതേ പ്രയോഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയെക്കുറിച്ചും പറഞ്ഞു. ഇയ്യാകും വൽ മുഹഖിറാത്തി ദുനൂബ്, തെറ്റുകളിൽ നിസാരമായതിനെ പോലും നിങ്ങൾ സൂക്ഷിക്കണം, ഒന്നിനെയും നിങ്ങൾ ലാഘവത്തോടുകൂടെ കാണരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ചെയ്തു പോയത് ആ നിലക്കെന്നെ പടച്ചവനോട് ഏറ്റുപറയാനും പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള അസ്ബാബുകൾ മുകഫിറാത്ത് ദുനൂബ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അത് വർദ്ധിപ്പിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? ചുരുങ്ങിയ സമയം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫർളിന്റെയും മുമ്പിലും പിമ്പിലും വെച്ച റവാത്തിബ് നമസ്കാരത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? നാളെ പരലോകത്ത് നമസ്കാരം വിചാരണക്ക് വെക്കുമ്പോ അതിൽ പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ അള്ളാഹു ചോദിക്കും, ഹല്ലി അബ്ദീ മിനത്ത് തതവ്വു, എന്റെ അടിമക്ക് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാണ് ഫർളിലുള്ള ന്യൂനതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നത്. 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു വെക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2 4, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഇങ്ങനെ മൊത്തം 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുമെന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അസറിന്റെ മുമ്പ് 2 4 റക്അത്ത് നമസ്കരിച്ചാൽ പാപങ്ങൾ മായ്ക്കപ്പെടുകയും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബിയെ, നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിലെത്തണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ധാരാളമായി നമസ്കാരം നിർവഹിക്കുക എന്നാണ്. 5 നേരത്തെ ഫർളായ നമസ്കാരങ്ങൾ, അതിൽ കണിശത പാലിക്കുക, അതിനുവേണ്ടി വീട്ടിൽ നിന്ന് വുളൂഎടുത്ത് പള്ളിയിലേക്ക് വരിക, പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുക, ഇമാമിന്റെ കൂടെ നിർവഹിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക, ഇതിനൊക്കെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള ഉപാധിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ അദ്കാറുകൾ ജീവിതത്തിൽ ധാരാളമായി നമ്മൾ നിർവഹിക്കുക. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായിട്ട് തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹ് മായ്ച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹു ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ 100 പാപങ്ങൾ മായ്ക്കും, 100 നന്മകൾ രേഖപ്പെടുത്തും, 10 അടിമയെ മോചിപ്പിച്ച കൂലി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിൽ നിന്ന് അവനൊരു സുരക്ഷ ഏർപ്പെടുത്തും. പരലോകത്ത് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഖുർആൻ പാരായണമാകട്ടെ, നോമ്പുകളാകട്ടെ, സ്വതക്കയാകട്ടെ, സ്വതക്ക നമ്മുടെ പാപങ്ങൾ ഓരോന്നും മായ്ച്ചു കളയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നിസാരമായ കാര്യമാണ്. ഒരാൾക്ക് തന്റെ തലമുടി നരച്ചതിൽ ഭയങ്കര ടെൻഷൻ സ്വാഭാവികമാണ്, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു സബബാണ് തലമുടി നിരക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പരലോകത്ത് പ്രകാശമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് കുറച്ചു നേരം ആ കൈ ഇങ്ങനെ പിടിച്ചു നിന്നാൽ അവർക്കിടയിലുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കി വന്നാൽ ഓരോ നിസാരമായ നമുക്ക് തോന്നുന്ന നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് വലിയ വലിയ പുണ്യങ്ങൾ അർഹിക്കുന്ന കാര്യമാണെന്ന കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്.
പറയുന്നുണ്ട്, ഒരു മിണ്ടാ പ്രാണിക്കൊരു തുള്ളി വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുത്തത് എങ്കിൽ, ഒരു മിണ്ടാ പ്രാണിയെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തിന് നരകം കൊടുത്തത് എങ്കിൽ, എത്ര വഴികളാണ് അല്ലാഹു നമ്മുടെ മുന്നിൽ സ്വർഗത്തിലെത്താനും ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഒക്കെ നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുള്ളത് അല്ലെ. വൻ പാപങ്ങൾ ചെയ്തവരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നീ നിന്റെ മാതാപിതാക്കൾക്ക് സേവനമനുഷ്ഠിക്കുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മാതാപിതാക്കൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അവരുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, അവരുടെ സഹോദരിമാരുണ്ടെങ്കിൽ, ഉമ്മയുടെ സഹോദരി സഹോദരന്മാർ, ഉപ്പയുടെ സഹോദരി സഹോദരന്മാർ, അവർക്ക് പോയിട്ട് നീ നന്മ ചെയ്യൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപം ചെയ്തവന്റെ പേരിലാണ് പറഞ്ഞത് എങ്കിൽ, സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, നമ്മൾ പറയലോ മരിക്കണീന് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു വീടുണ്ടാക്കണം, മക്കൾക്കൊരു വരുമാനം ഉണ്ടാക്കണം അല്ലെ, ഇതിനേക്കാളൊക്കെ ഗൗരവമാണ്. അതൊക്കെ വേണം, പക്ഷെ ഇതിനേക്കാളൊക്കെ ഗൗരവമാണ് മരിക്കണീന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗം നേടാനും പടച്ചറബിന്റെ അടുക്കൽ നമ്മുടെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടാനും വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ്. ആ വിഷയത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കുകയും ശ്രദ്ധയോടുകൂടെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും നമ്മൾ ഓരോന്നും ഖുത്ബയായി കേൾക്കുന്ന ഓരോ നന്മകളും സ്വന്തം ജീവിതത്തിൽ പുലർത്താൻ ഈ വെള്ളിയാഴ്ച അസ്തമിക്കും മുമ്പ് നമ്മളൊന്ന് അൽ കഹ്ഫ് പാരായണം ചെയ്താൽ നമുക്കൊരുപാട് കൂലിയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്തെടുക്കാനാണ്, നിസാരമായ നന്മകൾ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ഉള്ള ആയുഷ്കാലം നന്മകൾ കൊണ്ട് അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സന്തോഷവും ഏറ്റി നൽകുകയും ഈ സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ അവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. മാറാരോഗങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വൈറസുകളും പടർന്നു പന്തലിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരലോകത്ത് അപമാനിക്കപ്പെടുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള നാളുകൾ നന്മയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ എല്ലാറ്റിലും അല്ലാഹു ബറക്കത്തും റഹ്മത്തും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുമാറാവട്ടെ. ദുനിയാവിന്റെ പ്രയാസങ്ങളും കുടുസതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഴിച്ചു തരുമാറാവട്ടെ. ദീനിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള നല്ല അവസരവും മനസ്സും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.